എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസിനായിട്ട്. ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അധികം അങ്ങനെ ചെറുതായിട്ടും അല്ല വലുതായിട്ടും അല്ല കട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു രീതിയിലാണ്. ഇനി ഇത് നമ്മൾ കുക്കറിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും കൂടെ കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ കറിയിൽ ഈ ഒരു പച്ചമുളകിൻ്റെയും കുരുമുളകും മാത്രമാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ഉള്ളിയാണ്, അതൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഉരുളൻകിഴങ്ങും ഒരു ക്യാരറ്റും ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഞാനതിപ്പോൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി, അധികം വേവണം എന്നില്ലെങ്കിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ച്, എന്താ പറയുക, ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കും ചിക്കനിൽ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരെയാണ് ഇത് വേവിച്ചിട്ടെടുക്കേണ്ടത്. ഒരു വിസിൽ കൂടുതൽ വേണ്ട നമുക്ക്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൂവൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, പിന്നെ ഒരു 2 ഏലക്കായ, 2 കറിയാമ്പൂ, അത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക ഈ ഒരു മസാല. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്, കുറച്ച് നമ്മൾ ഇപ്പോഴും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഇഞ്ചിയുടെയും എന്താ പറയുക വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. ഞാൻ 2 സവാള നീരുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സവാള ഒത്തിരി വഴറ്റിയിട്ട് എടുക്കരുത്. സവാളയുടെ കളറ് മാറാനായിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനേ പാടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറൊന്നും വരാൻ പാടില്ല, ഒന്ന് വഴറ്റിയെടുക്കുക, അത്രയും മാത്രം മതി. ഇപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഞാൻ ഒരു വിസിലായപ്പോഴത്തേനും ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റൊക്കെ കുക്കറിലിട്ട് വേവിച്ചെങ്കിലും അതങ്ങ് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ തേങ്ങ അടിച്ച് 1-ാം പാൽ മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിക്കില്ലേ, ആ പാലാണ് നമ്മൾ ചേർക്കേണ്ടത്. അതൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-ാം പാൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കറി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 1-ാം പാൽ ചേർക്കും. 1-ാം പാൽ ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കാനായിട്ട് പാടില്ല, നമ്മൾ ജസ്റ്റ് ചൂടാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ 2-ാം പാൽ ചേർത്ത് കറി ഒന്ന് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ തിളക്കുമ്പോൾ എന്താ പറയുക, ഒരു 2-ാം പാലിൽ കിടന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് തിളക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ പിന്നെ കുറച്ചും കൂടെയൊക്കെ വേവാനുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യമേ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്, പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും ലാസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ കുരുമുളക് ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 കപ്പോളം നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ,
കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കാനായിട്ട് പാടില്ല. ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മൾ കറി ഓഫ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഈ പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം. എരിവ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ ഉപ്പ് മാത്രം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാകുമ്പോഴത്തേനും ഇതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. തിളക്കാൻ പാടില്ല കറി. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് താളിച്ചൊക്കെ ഇടുന്ന പോലെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ എന്താ പറയുക, ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും വറുത്തിട്ട് ഇങ്ങനെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലായിടത്തും ചേർക്കാറുണ്ടോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അധികം അങ്ങ് മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഈ നെയ്യോട് കൂടിയാണ് നമ്മൾ കറിയുടെ മേലെ ഇടുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, നെയ്യോട് കൂടി നെയ്യ് ആ കറിയിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റൂ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഗ്രേവി. അപ്പോൾ നിങ്ങൾക്ക് അധികം കട്ടിയില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിൽ കലക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി. അപ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്